കിച്ചണിൽ പണിയെടുക്കുന്നവരൊന്ന് കൈവന്തിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അറിയുന്നത്? ഏറ്റവും മരുഭൂമിയിൽ പ്രയാസമുള്ള സംഗതിയാണ് വിറക് കൊണ്ടുവരിക. വിറക് അന്ന് അടുപ്പാണല്ലോ, ഗ്യാസൊന്നുമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിറക് ശേഖരിക്കാൻ പോകുക. പിന്നെ മുറ്റടിച്ചു വരിക, മുറ്റമടിക്കേണ്ടത് പെണ്ണാകുന്നു. ബുഖാരി. അങ്ങനെ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കിച്ചണിൽ ചെന്നിട്ട് ഞാൻ കുഴച്ചു തരണോ മാവ്. എന്നിട്ട് നബി ഇങ്ങനെ മാവ് കുഴക്കാൻ അറിയോ? ഇങ്ങനെ ഒരു അറബികൾ മാവ് കുഴക്കുന്നുണ്ടോ? ഇങ്ങനെ ഇട്ടിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കുത്തി എണീക്കുന്നത്. കാരണം മാവ് കുഴക്കുന്ന പോലെ കൈവച്ചിരുന്നു എന്ന് ഹദീസിൽ. മാവ് കുഴക്കൽ അറബികൾ ഇങ്ങനെയാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനികളൊക്കെ കുഴക്കുന്നുണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഇടിക്കുക ചെയ്യുക. അത് ശ്രദ്ധിച്ചില്ല, അറബ് രാജ്യം ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ് അതിന്റെ രൂപം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഇങ്ങനെ മാവ് കുഴച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിന്റെ പുറത്ത് ഒരു സംഘം നബീനെ കാണാൻ വന്നു. അപ്പൊ അവര് വിളിച്ചപ്പോ നബി കൈ ഇങ്ങനെ മുട്ടി മാവൊക്കെ ഇങ്ങനെ ആക്കി. അപ്പൊ അവിടെ തോൽപാത്രത്തിൽ വെള്ളമുണ്ട്. അപ്പൊ വെള്ളത്തിൽ നമ്മളെ മുഖം തിളങ്ങും. ശ്രദ്ധിച്ചില്ലേ? അപ്പൊ വെള്ളത്തിൽ നോക്കി നബി മുടിയൊക്കെ പറഞ്ഞ ആയിഷ ബീവി ചോദിക്കുക, നിങ്ങൾ ചെത്തി പൊളിക്കുകയല്ലേ, നിങ്ങൾ ചെത്തുകയാണില്ലേ? ആയിഷനോട് നബി പറയാണ്, ആയിഷ അന്റെ അടുത്ത് നിൽക്കുമ്പോ ചെത്തി പൊളിക്കൊന്നും വേണ്ട. എനിക്ക് ഞാൻ എന്റെ മാപ്പിളയല്ല, പുറത്തുനിന്ന് ഞാൻ അള്ളാന്റെ റസൂലും ഈ നാടിന്റെ ഭരണാധികാരിയാണ്. അപ്പോൾ ഞാൻ അല്പം മുടിയൊക്കെ ഒന്ന് വാർന്നു നോക്ക്. എന്തോ ഒരു രസമുള്ള ജീവിതം. ഇനി നിങ്ങൾ നോക്ക്, പെരുന്നാൾ ദിവസം ഒരു സന്തോഷമല്ലേ? പാർക്ക് പോവും, കടപ്പുറത്ത് പോവും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയോധന മുറകളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പോവും. നബിയുടെ കാലത്ത് കളരിപ്പയറ്റായിരുന്നു, അതും പള്ളീന്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു കളരിപ്പ്. അപ്പൊ പള്ളിയുടെ ഉള്ളിൽ കളരിപ്പയറ്റ് പെരുന്നാളിന്റെ അന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് ആയിഷ ബീവിനോട്, ഇത് കാണണോന്ന്. നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരിക കേട്ടോ, ശരിക്കും മനസ്സിലായോ? ആയിഷ പറഞ്ഞാ ഞാനും ഉണ്ട്, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസമാണെന്ന് ഓർക്കണം, സന്തോഷ ദിനാണ്, എല്ലാവരും റസൂലില്ല. നബി കൊണ്ടുപോയി. എന്നിട്ട് ആയിഷ ബീവി ഇങ്ങനെ നബിയുടെ ഷോൾഡറിൽ താടി ഇങ്ങനെ കുത്തി വെച്ചു. പിറകുന്ന ശരീരം മുഴുവനും നബീന്റെ ബാക്കിലും താടി മാത്രം. അത്രയും സൂക്ഷിച്ചിരുന്നു എന്നർത്ഥം. അല്ലാണ്ട് ആണും പെണ്ണും ഓരോ മുദ്രയും വെച്ച മാതിരി ഇരിക്കുന്നില്ല ഭാര്യയാണെങ്കിൽ പോലും. കാരണം സ്ത്രീയെ പ്രൊജക്ട് ചെയ്ത ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ഒരു മറ സ്വീകരിക്കുന്നത് ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ നബിയുടെ പിറകിൽ നിന്നു ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താടി മാത്രം നബിയുടെ ഷോൾഡറിൽ വെച്ചു. എന്നിട്ട് ആയിഷ ബീവി കണ്ടോണ്ടിരിക്കുക. ഈ ഷോൾഡറിൽ താടി വെച്ചാൽ എന്താ ഉണ്ടാവുക? പെയിൻ ഉണ്ടാവും, വേദന ഉണ്ടാവും. കുറെ കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിക്കണം, ആയിഷ പോരേന്ന് ചോദിച്ചു. ആയിഷ പോരേന്ന്. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, പോരാ, കുറച്ചുകൂടെ വേണം. പിന്നെയും 3 വട്ടമായിട്ട് പിന്നെ നബി ചോദിച്ചു, പോരെ ആയിഷ? ഓ മതി, പോകാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാടി കയ്യും പിടിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെ പോവാണ്. അപ്പൊ ആയിഷ ബീവി പറയാട്ടോ, അതെ, ആദ്യം തന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ മതിയായില്ലേ എന്ന്? അപ്പൊ എനിക്ക് മതിയായിരുന്നു, നിങ്ങൾ ഇന്നെ എത്ര സഹിക്കുന്നു നോക്കിയതാണ്. ആ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, ആ ജീവിതം ആലോചിക്കും.